മനോരമ ആരാണെന്നും മനോരമ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും കേരളത്തിലുള്ള മലയാളം വായിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക പത്രം വീക്ഷണമാണെങ്കിലും മനോരമയാണ് അതിൻ്റെ ഒരു ഇത്. അതിലുപരി മനോരമയെ കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും സ്വീകാര്യമാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് അതിന്റെ ജനതിക വ്യവസ്ഥയിൽ തന്നെ തച്ചു വച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്, ഇടത് വിരുദ്ധതയാണ്. കമ്മ്യൂണിസ്റ്റുകാരെയും ഇടതുപക്ഷത്തിനെ നേരിടാൻ മനോരമയുടെ ബാലജന സഖ്യത്തിൽ നിന്ന് കണ്ടെത്തുന്നവരെ ഊതി വീർപ്പിച്ച് ഹൈഡ്രജൻ ബലൂൺ ആക്കി മാറ്റുന്നവരാണ് മനോരമ. ഇന്നലെ ഇതേ മനോരമയുടെ പ്രഖ്യാപിത ശത്രുവായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് 9 കൊല്ലം തികച്ചു. അപ്പോൾ മനോരമയ്ക്ക് അതൊന്ന് വിലയിരുത്തണമല്ലോ. മനോരമ രണ്ടാം പിണറായി സർക്കാരിന് നൽകിയ മാർക്ക് 10ൽ 6ആണ്. മനോരമ മാർക്ക് നൽകുന്നത് ഈ വിഷയത്തിൽ എത്രമാത്രം വെട്ടിയിട്ടായിരിക്കും എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതായത് കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൊണ്ട് നടക്കുന്ന DNA പോലും ആൻറ്റി കമ്മ്യൂണിസ്റ്റ് മനസ്ഥിതി കൊണ്ട് നടക്കുന്ന മനോരമയ്ക്ക് പോലും പിണറായി സർക്കാർ ഫസ്റ്റ് ക്ലാസ് ആണെന്ന് പറയേണ്ടി വന്നു എന്നതാണ് നിലവിലെ കേരളത്തിലെ അവസ്ഥ. മാർക്കിടാൻ വന്നവരിൽ ഒരാൾ UDF സർക്കാരിൻ്റെ ആസൂത്രണ സമിതി അംഗം കൂടിയായിരുന്ന G. വിജയരാഘവനാണ്. അദ്ദേഹത്തിന് പോലും യൂണിയൻ സർക്കാർ കേരളത്തിന് മുകളിൽ അടിച്ചേൽപ്പിച്ച സാമ്പത്തിക ഉപരോധത്തിന് മുകളിൽ പോലും മികച്ച പ്രകടനം കേരളം കാഴ്ചവെച്ചതായി പറയുന്നു. നികുതി വരുമാനം കൂട്ടി, കടം വർദ്ധിക്കുന്നില്ല. ഇതിനു പുറമെ IT, വ്യവസായം, ആരോഗ്യം തുടങ്ങി മനോരമ പറഞ്ഞ എല്ലാ ക്രൈറ്റീരിയകളിലും ഫസ്റ്റ് ക്ലാസ് പ്രകടനം പിണറായി സർക്കാർ നടത്തിയിരിക്കുന്നു എന്നാണ് മനോരമ തന്നെ ഏർപ്പെടുത്തിയ ആളുകൾ കണ്ടെത്തിയത്. ഇത്രയൊക്കെ അങ്ങോട്ട് നോക്കിയിട്ട് മനോരമയ്ക്ക് നല്ല മാർക്ക് തന്നെ നൽകേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇതിന് നേരെ വിപരീതമായിരുന്നു 2016 അവസ്ഥ. UDF സർക്കാരിനെ വെളുപ്പിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയ ആളുകൾക്ക് പോലും നല്ലത് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇനി മനോരമ എന്തു ചെയ്യും? എന്തൊക്കെ എഴുതി, എന്തൊക്കെ ഊഹാപോഹങ്ങൾ പടച്ചിറക്കി, എന്നിട്ടും മനോരമയ്ക്ക് വിഷമമാണ്. പക്ഷെ അതിനിവിടെ പ്രസക്തിയില്ല. കേരളമാണല്ലോ പ്രധാനം.